ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ ജീവിയിൽ നിന്നും ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. എപ്പോഴും ഉറുമ്പുകൾ കൂട്ടമായി നിരയായി പോകുന്ന കാഴ്ച നാം എല്ലാവരും കാണുന്നതാണ്. കണ്ടാൽ നമുക്ക് തോന്നും എല്ലാവരും കൂടി തീരുമാനിച്ച് എന്തോ പ്രധാനപ്പെട്ട കാര്യത്തിനായി അത്യാവശ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഒരു കുസൃതി തോന്നി നമ്മൾ അവരുടെ പാതയിലേക്ക് കുറച്ച് വെള്ളമെടുത്തൊഴിച്ചു നോക്കിയാൽ അവ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കും. രക്ഷപ്പെട്ടവർ എല്ലാവരും കൂടെ അപ്പോൾ തന്നെ അടുത്ത യാത്ര തുടങ്ങും. മുൻപത്തേതുപോലെ തന്നെ നിരനിരയായി അച്ചടക്കത്തോടെ. ആദ്യമുണ്ടായിരുന്ന ലക്ഷ്യവും അതിലേക്കുള്ള ദൂരവും ദിശയുമൊക്കെ മാറിയിരിക്കാം. എന്നാൽ പോലും അതിനെപ്പറ്റി ചിന്തിച്ചോ സാഹചര്യത്തിൽ വന്ന മാറ്റത്തെപ്പറ്റി ദുഃഖിച്ചോ സമയം കളയാതെ ഉറുമ്പ് അടുത്ത ലക്ഷ്യത്തിലേക്ക് ചിട്ടയായി വീണ്ടും യാത്ര തുടരുന്നു. ചിന്തിച്ചു നോക്കിയാൽ ഏതോ വ്യക്തമായ ലക്ഷ്യത്തിലേക്കായിരുന്നല്ലോ നേരത്തെ ഉറുമ്പ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അതിൻ്റെ ലക്ഷ്യവും മാർഗവും നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ സാഹചര്യത്തിൽ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായി ഉറുമ്പ് ചെയ്തത് തളർന്നിരിക്കാതെ തനിക്ക് സംഭവിച്ച ഈ വീഴ്ചയെ തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ തകർച്ചയാക്കി മാറ്റാതെ വീഴ്ചയെ അംഗീകരിച്ച് പുതിയ ലക്ഷ്യം കണ്ടെത്തി അതിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൻ്റെ ലക്ഷ്യവും മാർഗവും നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഏത് മനോഭാവത്തിൽ അതിനെ നേരിടാൻ പറ്റും? ഒരു മാർഗം അപ്രതീക്ഷിതമായി വന്ന ചുറ്റുപാടിനെ അംഗീകരിച്ച് മനസാന്നിധ്യത്തോടെ പോയത് പോകട്ടെ എന്ന ചിന്തയോടെ പുതിയ ലക്ഷ്യവും മാർഗവും കണ്ടുപിടിച്ച് മുന്നോട്ട് പോവാൻ ശ്രമിക്കാം. രണ്ടാമത്തെ മാർഗം താൻ ആദ്യം തൻ്റെ ലക്ഷ്യമായി കരുതിയത് വാസ്തവത്തിൽ തൻ്റെ ലക്ഷ്യമല്ലായിരുന്നു എന്നും പുതിയ ലക്ഷ്യമാണ് താൻ പിന്തുടരേണ്ടിയിരുന്നതെന്നും ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ രണ്ട് ചിന്താഗതിയും മനുഷ്യൻ്റെ കാര്യത്തിൽ വലിയ പ്രയോജനം ചെയ്യുമെന്ന് ഉറപ്പാണ്. ഈ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ നാളെ എന്തായിരിക്കും എന്നതിനെപ്പറ്റി പല പല സ്വപ്നങ്ങളുണ്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ വളരെയധികം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ പലപ്പോഴും നാം കണ്ട സ്വപ്നങ്ങളിൽ പലതും നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്തവയായിരുന്നു എന്ന് ജീവിതത്തിലെ പല സാഹചര്യങ്ങളും പലപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്. ജീവിതത്തിൻ്റെ പല പല മേഖലകളിലും കഴിവ് തെളിയിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരുന്ന പലരും അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മേഖലകളിൽ അതിലും നന്നായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരം മനസ്സിലാവുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് കിട്ടിയതിനെ ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനും കഴിയാതെ വരികയും തളർന്നു പോവുകയും ചെയ്യും. എന്നാൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഭാവന മാത്രമാണെന്നും കയ്യിലുള്ളത് മാത്രമാണ് സത്യം എന്നും ഉള്ള തിരിച്ചറിവ് നേടുന്നയാൾക്ക് ജീവിതം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങളെ അംഗീകരിക്കാനും പരാതികളോ പരിഭവമോ ഇല്ലാതെ പ്രായോഗികമായി മുന്നോട്ട് പോവാനും കഴിയും. ഈ പ്രായോഗിക വിദ്യ മനസ്സിലാക്കിയവർ ജീവിതത്തിലെ ഗതി മാറ്റങ്ങളെ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യും. ഏത് സാഹചര്യത്തിലും ജീവിതത്തെ ആസ്വാദ്യകരമാക്കാൻ കഴിയുന്നവരായിരിക്കും ഇവർ.